ലോകം മുഴുവൻ വിശ്വാസികൾ പെരുന്നാൾ ആഘോഷിക്കുന്ന ഈ സന്ദർഭത്തിൽ പീസ് റേഡിയോയുടെ മുഴുവൻ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ പെരുന്നാൾ ആശംസകൾ നേരുകയാണ്. വിശ്വാസികൾ കഴിഞ്ഞ ഒരു മാസക്കാലമായി പ്രാർത്ഥനയും പുണ്യപ്രവൃത്തിയും നോമ്പും നിസ്കാരവും സക്കാത്തും സത്കർമ്മവും ഒക്കെയായി കഴിഞ്ഞ ഒരു മാസക്കാലം തങ്ങളുടെ ശരീരത്തെയും ആത്മാവിനെയും മനസ്സിനെയൊക്കെ വീണ്ടെടുക്കുന്നതിന് വേണ്ടിയുള്ള കഠിന വ്രതത്തിന് ശേഷം സന്തോഷകരമായ പെരുന്നാളുമായി വിശ്വാസികൾ മുഴുവൻ സന്തോഷത്തിൽ ആയിരിക്കുന്ന ഒരു സന്ദർഭമാണ്. ലോകം മുഴുവൻ യുദ്ധത്തിന്റെയും വറുതിയുടെയും വെറുപ്പിന്റെയും ഒക്കെ വിഷവിത്തുകൾ വിതയ്ക്കുന്നതിന് വേണ്ടിയുള്ള ബോധപൂർവമായ ശ്രമങ്ങൾ നടക്കുന്ന കലുഷിതമായ ഒരു കാലം കൂടിയാണ് നമുക്ക് ചുറ്റുമുള്ളത്. തീർച്ചയായും ഇറാന്റെ മണ്ണിൽ പിടഞ്ഞു വീണ് മരിച്ച പാവപ്പെട്ട പിഞ്ചു മക്കളുടെ രോദനം നമ്മുടെ മുമ്പിൽ ഒരു വലിയ വേദനയായി ഈ പെരുന്നാൾ ദിനത്തിൽ നമ്മുടെ മുമ്പിലേക്ക് കടന്നു വരികയാണ്. തീർച്ചയായും ലോക സമാധാനത്തിനു വേണ്ടി എല്ലാവരും ഉള്ളുരുകി പ്രാർത്ഥിക്കുകയാണ്. വിവിധ രാജ്യങ്ങളുടെ പരമാധികാരത്തെ കടന്നു കയറി ആ രാജ്യത്തെ രാഷ്ട്രതലവന്മാരെ മുഴുവൻ നിഷ്കാസനം ചെയ്ത് അവിടെ ഭരണകൂടങ്ങളെ പ്രതിഷ്ഠിക്കുന്ന അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും ഒക്കെ കാടത്തത്തിനെതിരായിക്കൊണ്ട് ലോകം മുഴുവൻ കൈകോർത്ത് നിൽക്കേണ്ടുന്ന ഒരു സന്ദർഭമാണ്. നമ്മുടെ രാജ്യമാണെങ്കിൽ അടിച്ചമർത്തപ്പെട്ടവരോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച ചരിത്രമാണ് നമ്മുടെ രാജ്യത്തിന്റെ ചരിത്രം. ജവഹർലാൽ നെഹ്റു, ഇന്ദിരാഗാന്ധിയൊക്കെ ഉയർത്തിപ്പിടിച്ച ആ പാരമ്പര്യത്തിൽ നിന്ന് പോറലേറ്റുകൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭത്തിൽ രാജ്യത്തും ലോകത്തും നടക്കുന്ന ഫാസിസത്തിനെതിരായിക്കൊണ്ടുള്ള വലിയ ഒരു പ്രതിരോധ നിര ഉയർന്നു വരേണ്ടുന്ന സന്ദർഭമാണ് ഈ പെരുന്നാൾ എന്ന് ഈ സന്ദർഭത്തിൽ ഉണർത്തിക്കൊണ്ട് ചെറുപ്പം മുതൽ ഒരുപാട് ഓർമ്മകളാണ് പെരുന്നാൾ ദിനത്തിൽ ഞങ്ങൾക്കൊക്കെ ഉള്ളത്. ആ മനോഹരമായ സ്നേഹത്തിന്റെ, സഹോദരത്വത്തിന്റെ, സൗഹൃദത്തിന്റെ ഒരുപാട് ഓർമ്മകളുള്ള ആ പെരുന്നാൾ ദിനത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും ഹൃദയം നിറഞ്ഞ പെരുന്നാൾ ആശംസകൾ നേരുന്നു.